ശ്രീ പി ജയരാജൻ, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവിടെ AK ഗോപാലൻ AKG സവർക്കർക്ക് വേണ്ടി പ്രസംഗിച്ചു, സവർക്കർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പ്രസംഗിച്ചു. എനിക്ക് മനസ്സിലായില്ല. പ്രമേയം അവതരിപ്പിച്ചു പാർലമെന്റിൽ. പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. സ്മൃതി ഞാൻ പറയാം. അതെ സ്മൃതി ഇവിടെ നേരത്തെ വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യം ചോദിച്ചു. സ്വാതന്ത്ര്യത്തിന് 22 വർഷം മുമ്പേ രൂപീകരിച്ച ഒരു സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ആ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഒരു സംഘടന എന്ന നിലക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വല്ല പങ്കും വഹിച്ചിട്ടുണ്ടോ? ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്ന 1922 ഹെഡ്ഗേവാർ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിരുന്നു, ഇന്ന ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു എന്നാണ്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ഇപ്പോഴും പ്രേക്ഷകരുടെ മുമ്പിൽ നിൽക്കുന്നു. BJP പ്രതിനിധി, മറുപടി പറയൂ. നിങ്ങൾ 1925 നിങ്ങളുടെ RSS അതാണ് നിങ്ങളുടെ മർമ്മത്തിൽ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് പ്രയാസപ്പെടും. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നത് വിചാരധാരയിൽ പേജ് 138 നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി ഗോൾവാൾക്കർ പറഞ്ഞ എന്താണെന്നറിയോ? ബ്രിട്ടീഷ് വിരുദ്ധത എന്നത് ദേശസ്നേഹവും ദേശീയതയുമായി കണക്കാക്കപ്പെടുകയാണ്. ദേശീയത, നിങ്ങൾ ദേശീയ പ്രസ്ഥാനം എന്നാണല്ലോ RSSകാർ സ്വയം അവകാശപ്പെടുന്നത്. ആ ദേശീയത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധത എന്നതാണ് എന്ന് കുറ്റപ്പെടുത്തുകയാണ് ഗോൾവാൾക്കർ. ഈ പിന്തിരിപ്പൻ വീക്ഷണമാണ് ബ്രിട്ടീഷ് വിരുദ്ധത. ഏത് ഭഗത് സിംഗും സുഖദേവും എല്ലാം തന്നെ ജീവാർപ്പണമടക്കം ചെയ്ത് സമരം നടത്തുന്ന ഘട്ടത്തിൽ ഗോൾവാൾക്കർ പറയുന്നത് ഈ ബ്രിട്ടീഷ് വിരുദ്ധത എന്നത് ഒരു പിന്തിരിപ്പൻ വീക്ഷണമാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴുവൻ ഗതിയിലും അതിൻ്റെ നേതാക്കളിലും സാധാരണക്കാരിലും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. വിചാരധാരയിൽ 138 പേജിൽ ഗോൾവാൾക്കർ എഴുതി വച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഒരു സംഘടന എന്ന നിലക്ക് തങ്ങൾ യാതൊരു പങ്കും വഹിച്ചിട്ടില്ല എന്ന് BJPയുടെ പ്രതിനിധി പരസ്യമായിട്ട് സമ്മതിച്ചാൽ മതി. തീർന്നു അവിടെ, ആ തർക്കം അവിടെ തീർന്നു. ഇനി AKGയെ പറ്റി പറയുന്നുണ്ടല്ലോ നിങ്ങൾ. AKGയെ പറ്റി പല നുണകളും നിങ്ങൾ പ്രചരിപ്പിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം നെഹ്റുവിനെ പറ്റി പറഞ്ഞല്ലോ. നെഹ്റുവിൻ്റെ പടം പോലും ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല. AKGയെ പറ്റി മുമ്പ് BJP RSSകാർ പ്രചരിപ്പിച്ചത് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ RSSകാർ ധീരമായ പങ്കുവഹിച്ചു എന്ന് AKG പ്രസംഗിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ സവർക്കറുടെ ജീവിതത്തെ സംബന്ധിച്ചാണെങ്കിൽ സവർക്കറുടെ ജീവിതത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, ആന്തമാൻ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്, ഇതും യാഥാർത്ഥ്യമാണ്. അതേസമയം ഒടുവിൽ മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ മാപ്പിനെ സംബന്ധിച്ച് നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ടോ? ആ മാപ്പ് എഴുതി കൊടുത്തതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പിന്നീട് അത് വെറുപ്പായി മാറിയ നേതാവാണ് സവർക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഷൂരിയാണ് കേട്ടോ, അരുൺ ഷൂരി. അല്ലല്ല, തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് സവർക്കറുടെ ജീവിതത്തിൽ ആദ്യ ഭാഗത്തെ പറ്റി ഞാൻ പറഞ്ഞു. അവസാന ഭാഗം മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് എഴുതി കൊടുത്ത വിദ്വാനിയാണ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഒരു ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ സവർക്കറുടെ ജീവിതത്തിൽ 2 ഭാഗമുണ്ട്. AKG അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രസംഗിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ AKG പണ്ട് RSSനെ പറ്റി നല്ല വാക്ക് പറഞ്ഞിരുന്നു, ഗാന്ധിജി RSSനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞിരുന്നു. അവസാനം RSSൻ്റെ ജീവൻ എടുത്തതും അതിൽ പങ്കാളിത്തം RSSനുണ്ടല്ലോ, നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ സന്നദ്ധ സംഘടനയായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായിട്ട് മോദി അവതരിപ്പിക്കുമ്പോൾ കഥകളാണല്ലോ പറയുന്നത്. അതെ, ആ സമയത്തായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണെന്നാണല്ലോ പറയുന്നത്. ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് RSS എന്നാണ് പറയുന്നത്. ആ സന്നദ്ധ സംഘടനയുടെ യഥാർത്ഥ സേവനത്തിന്റെ, കൊലപാതകങ്ങളുടെ, കലാപങ്ങളുടെ ചിത്രം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണല്ലോ 3 ദിവസം കൊണ്ട് 3000 മുസ്ലിങ്ങളെ വംശഹത്യ നടത്തിയത് ഗോത്ര സംഭവത്തിൻ്റെ പേരിൽ.
നല്ല സന്നദ്ധ സേവനമാണല്ലോ അല്ലേ? ഇതുപോലെയുള്ള സേവനം വേറെ എന്താ ഉള്ളത്? ഇപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് ഛത്തീസ്ഗഡിൽ നടത്തിയിട്ടുള്ളത്, രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള വേട്ട, ഇതൊക്കെ നല്ല സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് കാപട്യത്തിന്റെ മുഖമുദ്രയായിട്ടാണ് RSS ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നുണ പ്രചരിപ്പിച്ച് സത്യമാണെന്ന് വരുത്തുക ഗീബൽസിയൻ രീതിയാണ്. അതാണ് ഇവിടെ പിന്നെ മോദി അടക്കം ഇപ്പൊ സ്വീകരിച്ചു വരുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. അവിടെ അല്ല, ഒരു കാര്യം കൂടി, അതായത് ചുരുക്കി പറയാം. ചുരുക്കിയിട്ടാണ് സ്മൃതി ഞാൻ പറയുന്നത്. ഇവിടെ RSSന്റെ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറഞ്ഞല്ലോ. ആ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയം ഞങ്ങൾക്കില്ല ആണ്. ഞങ്ങൾക്ക് RSSന് രാഷ്ട്രീയമില്ല. പക്ഷേ വിചാരധാരയിൽ ആഭ്യന്തര ശത്രുക്കളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ കമ്മ്യൂണിസത്തിനെതിരായിട്ട് പറയുന്നുണ്ട്. കമ്മ്യൂണിസം അത് ആഭ്യന്തര ഭീഷണിയാണ്, മുസ്ലിങ്ങൾ ആഭ്യന്തര ഭീഷണിയാണ്, ക്രിസ്ത്യാനികൾ ആഭ്യന്തര ഭീഷണിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന വിചാരധാര ഉയർത്തിപ്പിടിക്കുന്ന RSSകാർ ഞങ്ങൾക്ക് ഇസമില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് ആരെ തോൽപ്പിക്കാനാണ്, ആരെ കബളിപ്പിക്കാനാണ്? പിന്നെ 1925 RSS രൂപം കൊണ്ടു, 48 നിരോധിച്ചു. സ്മൃതി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജനാധിപത്യപരമായിട്ടുള്ള ഏതെങ്കിലും രീതി RSS പിന്തുടരുന്നുണ്ടോ എന്ന ചോദ്യം 48 നിരോധിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നു. നിരോധനം നീക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ സൂക്ഷിക്കണം, മെമ്പർഷിപ്പ് രജിസ്റ്റർ. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യത്തിൻ്റെ ഹരിശ്രീ തുടങ്ങുന്നത് മെമ്പർമാരിൽ നിന്നാണല്ലോ. RSSന് എത്രയാ മെമ്പർമാർ, ആരാ മെമ്പർമാർ, ആരാ അവരുടെ പ്രചാരകന്മാർ, ഇതൊന്നും പുറം ലോകം അറിയില്ല. അതേസമയം CPM-ഉം കോൺഗ്രസും മറ്റ് പാർട്ടികളുമാണെങ്കിൽ അതിൻ്റെ പ്രാദേശിക പ്രവർത്തകരെ അടക്കം സമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ രഹസ്യ രൂപത്തിൽ പ്രവർത്തിക്കുന്ന, ഫാസിസ്റ്റ് രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. അതിനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇന്നത്തെ ചെങ്കോട്ട പ്രസംഗത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായി പ്രഖ്യാപിക്കുന്നത്. അവര് നടത്തിയിട്ടുള്ള ഏറ്റവും ഒടുവിൽ മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യമാണല്ലോ ഇപ്പോൾ ജനസംഖ്യാനുപാതം. അതും ഇന്നത്തെ പ്രസംഗത്തിൽ, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. തിരിച്ചു Debate with Smriti Parathikar.